ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന്റെ 5-ാം ദിവസം ഇനി 90 ഓവറുകളാണ് ബാക്കിയുള്ളത്. ഇംഗ്ലണ്ടിന് വിജയിക്കാനാകട്ടെ 536 റൺസും വേണം. 5-ാം ദിവസം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കൊരു ചരിത്ര ദിവസം തന്നെയാണ്. 90 ഓവർ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 536 റൺസ്, അത് മിക്കവാറും അസാധ്യമാണ്. അതേസമയം ഇന്ത്യക്ക് വിജയിക്കാൻ 7 വിക്കറ്റുകൾ മാത്രം ആവശ്യമുള്ളൂ. എത്രയും വേഗം ഈ വിക്കറ്റുകൾ വീഴ്ത്തി എഡ്ബാസ്റ്റണിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടാനാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സംഘവും ലക്ഷ്യമിടുന്നത്. 1967 മുതൽ ഇന്ത്യ ഈ മൈതാനത്ത് ടെസ്റ്റ് കളിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യ വിജയിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ 58 വർഷത്തെ വിജയ വരൾച്ച അവസാനിപ്പിക്കാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. ഈ മത്സരത്തിൽ മഴയ്ക്ക് വില്ലനാകാനും ഇന്ത്യയുടെ കഠിനാധ്വാനത്തെ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. മഴ ഭീഷണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്യുവെദർ റിപ്പോർട്ട് പ്രകാരം ബർമിംഗാമിലെ എഡ്ജ്ബാസ്റ്റണിൽ ഇന്ന് മഴയ്ക്ക് 60% സാധ്യത. മത്സരം പ്രാദേശിക സമയം രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. എന്നാൽ രാവിലെ 8 മണിക്ക് മഴ പെയ്യാനുള്ള സാധ്യത 49%, 9 മണിക്ക് 53%, 10 മണിക്ക് 56%മാണ് സാധ്യത. ഇത് മത്സരം ആരംഭിക്കാൻ വൈകിയേക്കാം. രാവിലെ 11 മണിക്ക് ശേഷം വെയിൽ വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ വിശ്വസനീയമല്ല. ഏത് സമയത്തും മേഘങ്ങൾ തിരിച്ചെത്താം. കനത്ത മഴ പെയ്യാനും സാധ്യത കൂടുതലാണ്. മഴ കളി തടസ്സപ്പെടുത്തരുതെന്നാണ് ഇന്ത്യൻ ആരാധകരും കളിക്കാരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 608 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ 500 റൺസിന്റെ ലീഡോടെ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാമായിരുന്നു. അത് 4-ാം ദിവസം ഇംഗ്ലണ്ടിന് കൂടുതൽ ഓവറുകൾ ബാറ്റ് ചെയ്യാൻ അവസരം നൽകുമായിരുന്നു. എന്നാൽ ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ശുഭ്മാൻ ഗില്ലും പരിശീലകൻ ഗൗതം ഗംഭീറും ഒരു റിസ്ക് എടുത്തില്ല. തോൽവി സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്ത്യ 600 റൺസിന്റെ ലീഡിനായി കാത്തിരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത്. ഇനി ഇംഗ്ലണ്ടിന്റെ കയ്യിലുള്ളത് 7 വിക്കറ്റ് മാത്രമാണ്. 5-ാം ദിവസം ഈ വിക്കറ്റുകൾ എത്രയും വേഗം വീഴ്ത്തി ഈ ചരിത്ര വിജയം നേടാനാണ് ഇന്ത്യ ശ്രമിക്കുക. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.